പ്രശസ്ത നാടകാചാര്യൻ ഒ മാധവന്റെ സ്മരണയിൽ കാളിദാസ കലാകേന്ദ്രത്തിന്റെ 62ാമത് നാടകമായ ശാകുന്തളം അരങ്ങിലേക്ക്. നടിയും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ ഉർവശി നാടക ഉദ്ഘാടനം നിർവഹിച്ചു. പോരാളിയായ സ്ത്രീത്വത്തിന്റെ പ്രതീകമായാണ് ശകുന്തളയെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതെന്നും ഭാരതത്തിന്റെ വിപുലമായ സംസ്കാരത്തെ കാളിദാസനിലൂടെ അറിയാൻ സാധിച്ചെന്നും നാടക സംവിധായകനും നിർമ്മാതാവും ജനം ടിവിയോട് പറഞ്ഞു. ശാകുന്തളത്തിന്റെ ആദ്യ പ്രദർശനത്തിനാണ് ദേശീയ പുരസ്കാര ജേതാവും ചലച്ചിത്ര നടിയുമായ ഉർവശി തിരിതെളിയിച്ചത്. കാരണം നാടകക്കാരെ പഴയ കലാകാരന്മാർക്ക് വലിയ കഷ്ടപ്പാടാണ് ജീവിതം. ഇപ്പോഴും സാമ്പത്തികം അല്ലെങ്കിൽ പോലും കുടുംബത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനേ പറ്റാറില്ല. പക്ഷെ എൻ്റെ അച്ഛനും മാധവമാവനും ഒക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുടുംബത്തിലുള്ളവരെയും ആ കലയുമായി ബന്ധപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഒരു നഷ്ടബോധം നമുക്ക് തോന്നിയിട്ടില്ല. പല സ്ഥലങ്ങളിൽ മാറി മാറി സ്ഥിരം വേണ്ടി നാടകത്തിന് വേണ്ടി അതിനുവേണ്ടി പോവും. അപ്പോഴും നമുക്ക് തോന്നിയിരുന്നില്ല, കുടുംബമായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നതൊക്കെ. സോപാനം ഓഡിറ്റോറിയം നാടകപ്രേമികളെ കൊണ്ട് നിറഞ്ഞു. ശാകുന്തളത്തിന് തിരശീല ഉയർന്നു. കാലം കൈകളിലേറ്റുവാങ്ങിയ കലാലാവണ്യമേ, ഒ മാധവൻ രൂപം നൽകിയ കാളിദാസ കലാകേന്ദ്രത്തിൽ ഇതാദ്യമായാണ് കാളിദാസന്റെ ഒരു നാടകം നിർമ്മിക്കുന്നത്. വിധിയെ ഓർത്ത് വിലപിക്കാത്ത പോരാളിയായ ശകുന്തളയെയാണ് നാടകത്തിലൂടെ കാണാനാവുകയെന്നും ഒരിടത്തും തോൽക്കാത്ത ഭാരതമാതാവിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും നാടകത്തിന്റെ നിർമ്മാതാവും ഒ മാധവന്റെ മകളുമായ സന്ധ്യ രാജേന്ദ്രൻ പറഞ്ഞു. പക്ഷേ നായികയെ നമ്മൾ കുറച്ചും കൂടെ ബോൾഡാക്കിയിട്ടുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് തോറ്റുപോകുന്ന ഒരു പെണ്ണല്ല ശകുന്തള. അവൾ പോരാടി ജനിച്ചു, പോരാടി ജീവിച്ചു, പോരാടി ഇന്നും ഭാരത മാതാവ് എന്നുള്ളൊരു സങ്കല്പത്തിൽ. കാരണം ഒരിടത്തും തോറ്റു കൊടുത്തിട്ടില്ല. അവൾ പോരാടി തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ ഒരിടത്തും തോറ്റു കൊടുക്കരുത്, പോരാടി മുന്നേറണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ അമ്മയാകുന്നത്, ഭാരതാംബയാകുന്നത്. കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള പ്രസ്ഥാനമാണെങ്കിലും മഹത്വപൂർണമായ ഭാരതത്തിന്റെ സംസ്കാരത്തെക്കുറിച്ച് കാളിദാസനിലൂടെ അറിയുവാൻ സാധിച്ചുവെന്ന് നാടക സംവിധായകനായ ഇ എ രാജേന്ദ്രൻ പറഞ്ഞു. കാളിദാസ കലാകേന്ദ്രം ചെറിയൊരു കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ളൊരു സംഘടനയാണല്ലോ കാളിദാസ കലാകേന്ദ്രം. പക്ഷേ ഈ നാടകം നമ്മൾ ഇത് ചെയ്തപ്പോൾ ഈ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് എത്രമാത്രം വിപുലമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത് പഠിക്കുമ്പോഴാണ്. കാരണം അതിൻ്റെ അന്തസ്സത്ത, അതിൻ്റെ ഇതുകൾ, വിവിധ സംസ്കാരങ്ങൾ. കാരണം അന്നത്തെ ഞാനിത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിനെ പറ്റി കാളിദാസൻ പറയുന്നുണ്ട്. ഈ പേരിലല്ല പറയുന്നത് മാത്രം. ഒ മാധവൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലുള്ള പുരസ്കാര സമർപ്പണവും നടി ഉർവശി നിർവഹിച്ചു. നാടക സംവിധായകനായ സൂര്യ കൃഷ്ണമൂർത്തിയും അഭിനേത്രിയായ KPAC ലീലയും പുരസ്കാരം ഏറ്റുവാങ്ങി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. ഒ മാധവൻ ഫൗണ്ടേഷൻ സെക്രട്ടറിയും MLAയുമായ M മുകേഷ്, CR മഹേഷ് MLA തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക നാടകരംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, കൊല്ലം.